രാഹുൽ ഗാന്ധി വയനാട്ടിൽ MP ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ MP സ്ഥാനം തെറിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിന് സമാനമായ ഒരു സാഹചര്യം ഇതാ വീണ്ടും ഉണ്ടാകുകയാണ്. അത് പ്രിയങ്ക ഗാന്ധിയുമായി ബന്ധപ്പെട്ടാണ്. BJP ഒരു ഹർജി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കോടതി നോട്ടീസും നൽകിയിട്ടുണ്ട്. വയനാടിന് വീണ്ടും ഒരു MP ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുമോ? ഈ വയനാടിന് എന്തോ ഗ്രഹപ്പിഴ ഉണ്ട് എന്ന് തോന്നുന്നു. നമ്മൾ സാധാരണ ഈ ജ്യോത്സ്യന്മാരൊക്കെ പറയും ഗ്രഹങ്ങൾ പിഴച്ച് നിൽക്കുകയാണ്, സമയം നല്ലതല്ല എന്നൊക്കെ പറയും. അതുപോലെ ഈ വയനാടിന് എന്തോ ഗ്രഹപ്പിഴ പിടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധി അവിടെ വന്ന് മത്സരിക്കുന്നതിന് മുമ്പ് വയനാട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമുക്കറിയാം 2004 CPIയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചത്. ക്ഷമിക്കണം, LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചത്. 2009 വന്നപ്പോൾ ആ മണ്ഡലം CPIക്ക് കൊടുത്തു. CPI അവിടെ പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടെന്ന് ആദ്യമായിട്ടാണ് ഈ IM ഷാനവാസ്, അദ്ദേഹം ഇപ്പോഴില്ല, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖ നേതാവാണ് കേരളത്തിൽ നിന്നുള്ള. ഈ തിരുത്തൽവാദി ഗ്രൂപ്പിലുള്ള രമേശ് ചെന്നിത്തല, G കാർത്തികേയൻ, MI ഷാനവാസ്, IM ഷാനവാസ് അല്ല, ക്ഷമിക്കണം, MI ഷാനവാസ്, ഈ 3 പേരുമാണ് ഈ തിരുത്തൽവാദവുമായിട്ട്. ഇവർ 3 പേരും ലീഡറുടെ പ്രിയ ശിഷ്യന്മാരായിരുന്നു. ലീഡർക്ക് മകനെപ്പോലെ, അതായത് K മുരളീധരനോട് എന്ത് വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു, അത്രയും തന്നെ വാത്സല്യവും സ്നേഹവും ഉണ്ടായിരുന്നു ഈ 3 നേതാക്കളോട്. അവരാണ് തിരുത്തൽവാദവുമായി രംഗത്ത് വന്നത്. ആ MI ഷാനവാസ് 2004 ചിറയൻകീഴ്, അന്നത്തെ ചിറയൻകീഴ് മണ്ഡലത്തിൽ നിന്ന് വർക്കല രാധാകൃഷ്ണനോട് മത്സരിച്ച് തോൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. വലിയ മാർജിനിലാണെന്ന് വർക്കല രാധാകൃഷ്ണൻ ജയിച്ചു പോയത്. അതിനുശേഷം അദ്ദേഹം മണ്ഡലം മാറി വയനാട് പോയി നിന്ന് മത്സരിച്ചു. 2009 വലിയ നേട്ടം കൊയ്തു, അദ്ദേഹം വിജയിച്ച് വന്നു. അതേ വിജയം അദ്ദേഹം 2014 ആവർത്തിച്ചു. 2019 അവിടെ അദ്ദേഹം അതിനിടയ്ക്ക് രോഗബാധിതനായി പല. അല്ല, ഈ 2019 നാം വരുമ്പോൾ സിദ്ദിഖിനെ മറക്കാനും കഴിയില്ല. അതെ, സിദ്ദിഖ് എനിക്ക് തോന്നുന്നു ഇത് അതെ വയനാട് സിദ്ദിഖിൻ്റെ ശാപമാണോ എന്ന് പോലും സംശയമുണ്ട്. എന്തായാലും 2019 ശ്രീമാൻ രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാൻ വരുന്നതും വലിയ വിജയം നേടുന്നതും. 2024 അദ്ദേഹം വയനാടെന്ന് മത്സരിച്ചു, ജയിച്ചു. പക്ഷേ അദ്ദേഹം രാജിവെച്ചു. ആ സ്ഥാനത്തേക്ക് പ്രിയങ്ക, തൻ്റെ സഹോദരി പ്രിയങ്കയെ അദ്ദേഹം അവതരിപ്പിച്ചു. വയനാടുകാരോടൊക്കെ പറഞ്ഞു, ഇതാ ഞാൻ എൻ്റെ പെങ്ങളെ നിങ്ങൾക്ക് ഇവിടെ സേവനം ചെയ്യാനായിട്ട് ഒരു MP ആയിട്ട് വന്നാൽ, നിങ്ങൾക്ക് ഒരു ജനപ്രതിനിധിയായിട്ട് നിങ്ങൾ വിജയിപ്പിച്ചാൽ എൻ്റെ പെങ്ങൾ നിങ്ങളെ സേവിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വലിയ വികാരാധീനനായി വലിയ വാക്കുകളൊക്കെ പറയുന്നത് നമ്മൾ കേട്ടതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയ്ക്ക്. എന്തായാലും പ്രിയങ്കയും മത്സരിച്ച് ജയിച്ചു. ഇപ്പോൾ പ്രിയങ്കയ്ക്കെതിരെ ഉയർന്നിരിക്കുന്ന ഈ കേസ്, അത് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി BJPയിലെ നവ്യ ഹരിദാസ്. ഈ നവ്യ ഹരിദാസ് ആണ് പരാതി. അതോടൊപ്പം തന്നെ ഈ പ്രിയങ്കയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 2019 മുതൽ 24 വരെ ആയിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിലെ MP ആയിരുന്നത്. ആ സമയത്ത് വയനാട് തന്നെ ഒരു തമാശ ഉണ്ടായിരുന്നു, രാഹുലിനേക്കാൾ കൂടുതൽ തവണ അവിടെ ആന കയറിയിട്ടുണ്ട്, കടുവ ഇറങ്ങിയിട്ടുണ്ട്. തീർച്ചയായും രാഹുൽ എത്തുന്നില്ല. അതെ, ഒരു MP എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രകടനം, അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ കുറവായിരുന്നു. അല്ല, രാഹുലിനെ പഠിക്കുകയാണ് ഇപ്പോൾ പ്രിയങ്കയും. അതെ, പ്രിയങ്ക പോട്ടെ, ഈ വയനാട് രാഹുൽ ഡൽഹിയിലെങ്കിലും ഉണ്ട്, പ്രിയങ്ക ഡൽഹിയിലുമില്ല. ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ കറങ്ങിക്കൊണ്ട് നടക്കുകയാണ്. തരൂരും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ 7 സംഘത്തെ അയച്ചു, അവരൊക്കെ മടങ്ങിയെത്തി. പക്ഷെ പ്രിയങ്ക ഇപ്പോഴും എവിടെയാണെന്ന് ആർക്കും കൃത്യമായിട്ട് അറിയില്ല. അത് വയനാടുകാരുടെ തലയിലെഴുത്ത് എന്ന് കരുതാനേ നമുക്ക് സാധിക്കുള്ളൂ. എന്തായാലും 2019 ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ജയിച്ചു വന്നു. 2024 മത്സരിച്ചിട്ട് രാജിവെച്ചു, പെങ്ങളെ നിർത്തി ജയിപ്പിച്ചു. ആ പെങ്ങൾക്കെതിരെ ഇപ്പം വന്നിരിക്കുന്ന കേസ് കൃത്യമായിട്ട് തൻ്റെ സ്വത്ത് വിവരങ്ങൾ നാമനിർദ്ദേശ പത്രികയോടൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെ ഈ വിജയം റദ്ദ് ചെയ്യണം. ഈ സ്ഥാനാർത്ഥിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ ജയിച്ചത് ശരിയല്ല, തെറ്റാണ്, അതുകൊണ്ട് ഇത് റദ്ദ് ചെയ്യണം, ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് നവ്യ ഹരിദാസിൻ്റെ ഹർജി. ആ ഹർജി മറ്റു കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. അറിഞ്ഞിടത്തോളം ഈ പ്രിയങ്ക തൻ്റെ സ്വത്ത് വിവരങ്ങൾ മറച്ചു വെച്ചു
അത് കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ കാണിച്ചില്ല, അത് രേഖപ്പെടുത്തിയില്ല, അത് വെളിപ്പെടുത്തിയില്ല എന്നൊക്കെയാണ് നവ്യയുടെ ഹർജിയിൽ ആരോപിക്കുന്നത്. ആ ഹർജി ഫയലിൽ സ്വീകരിച്ച, അപ്പം എന്തെങ്കിലും അതിനകത്ത് കഴമ്പില്ലാതെ ഹർജി സ്വീകരിക്കില്ല. കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ആ നോട്ടീസ് പ്രിയങ്കയ്ക്ക് അയച്ചിട്ടുണ്ട്. പ്രിയങ്ക അതിന് മറുപടി പറയണം. മറുപടി തൃപ്തികരമല്ലെങ്കിൽ കോടതി തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ വയനാട്ടിലുള്ളവർക്ക് ഇതുപോലെ വളരെ ദൂരെ നിന്ന്, ഉത്തരേന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന്, ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് മത്സരിച്ച് ജയിച്ചു പോയ രാഹുലും പ്രിയങ്കയും ഒക്കെ സത്യത്തിൽ ഈ ഹർജിയിൽ പറയുന്നത് ശരിയാണെങ്കിൽ ഈ വയനാട്ടുകാരെ പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് അവർ ഇവിടുന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല, അതൊരു സത്യം. രണ്ടാമത്, ആ നാട്ടിലെ ജനങ്ങളോട് അവർ വിശ്വാസ്യത പുലർത്തുന്നില്ല, അല്ലെങ്കിൽ പുലർത്തിയില്ല എന്നുള്ളതും കൂടിയാണ്. സ്വത്ത് വിവരങ്ങൾ മറച്ചു വെച്ചിട്ട് സത്യവാങ്മൂലം കൊടുക്കുന്നത് ഗുരുതരമായ തെറ്റാണ്, കുറ്റകൃത്യമാണ്. അവരുടെ ഈ വിജയം അസാധുവാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കും, അതുപോലെ തന്നെ കോടതിക്കും സാധിക്കും. നിയമ നടപടികളും മറ്റ് നടപടിക്രമങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒന്നാമത് ഒരുപാട് സമയമെടുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ എതിർ സ്ഥാനാർത്ഥി, പ്രത്യേകിച്ചും BJPയിലെ നവ്യ ഹരിദാസ് ഇത്രയും വലിയൊരു ആരോപണവും ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടല്ല ഈ വിഷയമല്ലെങ്കിൽ ഇതിന് സമാനമായി രാഹുൽ ഗാന്ധി തന്നെ ഒരു വർഷത്തിലധികം ഈ MP സ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിനും ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും, അത് മോദിയുമായി ബന്ധപ്പെട്ട് സമുദായവുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തുകയും അതെ, അതിൽ ശിക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന് MP സ്ഥാനം നിന്നും മാറി നിൽക്കേണ്ടി വന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം കോടതി അസാധുവാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി. പിന്നെ അത് അപ്പീലൊക്കെ പോയി, അതങ്ങ് കഴിഞ്ഞുപോയി. ഇവിടെ ഈ വയനാട്ടുകാർ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാഹുലാകട്ടെ പ്രിയങ്കയാകട്ടെ അവരോട്, ആ നാട്ടിലെ ജനങ്ങളോട് ഒരു മിനിമം വിശ്വാസ്യത കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ അവിടെ വരുന്നില്ല എന്നുള്ളത് പോട്ടെ, തങ്ങളെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഹാജരാക്കി എന്നുള്ളതും ഒരു ജനപ്രതിനിധിക്ക് ആവശ്യമായ സത്യസന്ധതയും സുതാര്യതയും ധാർമ്മികതയും ഒന്നും അവർക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അതുപോലെ നമുക്കറിയാം, ഈ രാഹുൽ 19 അവിടെ വന്ന് മത്സരിക്കുമ്പോൾ തന്നെ സത്യത്തിൽ അവിടെ മുസ്ലിം ലീഗിൻ്റെ ഒരു തണലിലാണ് അദ്ദേഹം മത്സരിച്ചത്. നമുക്കറിയാം, നിലമ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വരുന്നതാണ്. ആ വയനാട് തീർച്ചയായിട്ടും വിജയിക്കണമെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ, മുസ്ലിം ലീഗിൻ്റെ ഒക്കെ ശക്തമായ പിന്തുണ വേണം. ആ ശക്തമായ പിന്തുണ രാഹുൽ ഗാന്ധിക്കും അവർ കൊടുത്തു, പ്രിയങ്ക ഗാന്ധിക്കും കൊടുത്തു. അതുകൊണ്ടാണ് വലിയ ഭൂരിപക്ഷത്തിന് അവർ ജയിച്ചത്. അവിടെ രാഹുലും പ്രിയങ്കയൊക്കെ മത്സരിക്കാൻ വരുമ്പോൾ പൊതുവെ മാധ്യമങ്ങളടക്കമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവർ പറയുന്നത് ഭൂരിപക്ഷം എത്രയെന്ന് നോക്കിയാൽ മതി, വിജയം ഉറപ്പാണ്. ഭൂരിപക്ഷം എത്ര, 4 ലക്ഷമാണോ 5 ലക്ഷമാണോ എന്നൊക്കെ ഇങ്ങനെ എണ്ണിപ്പറഞ്ഞ് നടന്ന കഥകൾ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അത്രയും ആ മണ്ഡലത്തിലെ ജനങ്ങൾ ഈ പ്രിയങ്കയോടും രാഹുലിനോടുമൊക്കെ അത്ര അകമഴിഞ്ഞ സ്നേഹവും പിന്തുണയും ഒക്കെ കൊടുക്കുമ്പോൾ പകരം അവർക്ക് കിട്ടിയത് എന്താണ്, അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. വയനാടുകാർ അതേക്കുറിച്ച് ആലോചിക്കണം. ഈ നാട്ടിലെങ്ങും ആളില്ലാത്തത് കൊണ്ടാണോ? നേരത്തെ പറഞ്ഞതുപോലെ സിദ്ദിഖ് അവിടെ ഒരു നല്ല കാൻഡിഡേറ്റ് അല്ലേ? സിദ്ദിഖ് മിടുക്കനായ ഒരു കാൻഡിഡേറ്റ് അല്ലേ? സിദ്ദിഖാണെങ്കിൽ വലിയ മോഹങ്ങൾ വെച്ചാണ് വയനാട് മത്സരിക്കാൻ നിന്നത്. നമുക്കന്നറിയാം, 2019 ഈ രാഹുൽ മത്സരിക്കാൻ വരുന്നു എന്ന് ചില മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ സിദ്ദിഖ് പൊട്ടിത്തെറിച്ചു. സിദ്ദിഖിനോട് അതേക്കുറിച്ച് സംസാരിക്കാൻ ചെന്ന മാധ്യമങ്ങളോട് ആര് പറഞ്ഞു, നിങ്ങൾ ഇത് എവിടുന്നാണ് ഈ വാർത്ത പൊട്ടിപ്പുറപ്പെട്ടത്, ഇത് ആരാണ് ഇതിൻ്റെ പുറകിൽ എന്നൊക്കെ പറഞ്ഞ് വളരെ ക്ഷോഭിച്ച് സിദ്ദിഖ് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് രാഹുലിന് ഈ സീറ്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് വലിയ അപകടം ചെയ്യും, അത് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രാഹുലിനെ അവിടെ കൊണ്ടുവരികയും മത്സരിപ്പിക്കുകയുമായിരുന്നു. സിദ്ദിഖ് സ്വമേധയാ ഒഴിഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഒഴിഞ്ഞുകൊടുത്ത സിദ്ദിഖിനോടും വയനാട്ടിലെ ജനങ്ങളോടും ഈ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്കയും ചെയ്യുന്നത് ഒരു നെറികേടാണ്. അത് ശരിയായ കാര്യമല്ല, തെറ്റാണ്. അവർ കുറഞ്ഞ പക്ഷം ആ നാട്ടിലെ ജനങ്ങളോട് സത്യസന്ധതയും ധാർമ്മികതയും പുലർത്തണം. മണ്ഡലത്തിൽ വരുന്നില്ല, കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല, പോട്ടെ, അതിനൊക്കെ അവർക്ക് അവിടെ ഓഫീസ് ഉണ്ടാവും, ആ ഓഫീസ് വഴി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കും.
അതൊക്കെ നമുക്കിപ്പോൾ ഒരു MP നേരിട്ട് തന്നെ അവിടെ വന്ന് 24 മണിക്കൂറും 365 ദിവസവും അവിടെ താമസിക്കണം എന്നൊന്നുമില്ല. ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ, ആ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അത് തന്നെ കൊണ്ട് എത്രത്തോളം നിർവഹിച്ചു കൊടുക്കാൻ സാധിക്കും, ഇതാണ് അവിടുത്തെ ചോദ്യം. അതിന് കഴിയുമെങ്കിൽ രാഹുലും പ്രിയങ്കയും ഒക്കെ മണ്ഡലത്തിൽ വല്ലപ്പോഴും വന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇത്രയും വലിയ വന്യമൃഗ ശല്യം അവിടെ നടക്കുന്നു. ഇപ്പോൾ നിലമ്പൂരിൽ ഒരു കുട്ടി മരിച്ചു, ഈ ഷോക്കേറ്റാണ് മരിച്ചത്. അത് വന്യമൃഗങ്ങളെ തടയാൻ ഉണ്ടാക്കിയ കെണിയിൽ നിന്നാണ് ഷോക്കേറ്റ് മരിച്ചത്. എന്നിട്ട് ആ നാട്ടിലെ MP അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല, ഒരു പ്രസ്താവന പോലും ഇറക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് വലിയ ഗുരുതരമായൊരു പിഴവാണ്. തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് അതുണ്ടാകാൻ പാടില്ല, ഒരു MP-യിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. തീർച്ചയായിട്ടും അതവർ പരിഹരിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ കേസ് കൂടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, നിരുത്തരവാദിത്വം മാത്രമല്ല, തൻ്റെ കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നുള്ളത് മാത്രമല്ല, അവർ വ്യാജ വിവരങ്ങൾ കൊടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അവിടുത്തെ ജനങ്ങളെയും ഒരുപോലെ കബളിപ്പിച്ചിരിക്കുന്നു എന്നും കൂടിയാണ്. അത് ഒരു രാഷ്ട്രീയ നേതാവിന്, പ്രത്യേകിച്ചും പ്രതിപക്ഷ കക്ഷിയിലെ ഏറ്റവും ഉന്നതരായ നേതാക്കൾ ഒട്ടും യോജിക്കുന്നതല്ല എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ.